ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള നമ്മൾ ക്രോഷേ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കാണിക്കണേ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇത് ആദ്യം തന്നെ നമ്മൾ കെട്ടിടാനാണ് പഠിക്കേണ്ടത്. എന്താ ആ നൂലിൻ്റെ ഇതുപോലെ പിടിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്നറിയില്ല. എന്താ ഈ കെട്ടാവുമ്പോൾ നമുക്കത് അഴിച്ചെടുത്താൽ അവിടെ കെട്ട് കാണില്ല, ഫുള്ളായിട്ട് അഴിഞ്ഞു പോരും. ആദ്യം ഇതുപോലെ ഇങ്ങനെ റൗണ്ടാക്കി എടുക്കുക. ചെറിയ അറ്റം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ആ വലിയ അറ്റം നമുക്ക് അതിൻ്റെ മുകളിലൂടെ ഉള്ളിലൂടെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഇതുപോലെ ചെറുത് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ വരും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നീഡിലിറക്കി കൊടുക്കുക. പിന്നെ ഇതാ ഇതുപോലെ നീഡിൽ ഇതാ നമ്മുടെ പാകത്തിനൊരു ടൈറ്റ്, അധികം ലൂസും ആവരുത്, അധികം ടൈറ്റും ആവരുത്. എന്നിട്ടിതാ ഇതുപോലെ അതിൻ്റെ താഴെ കൂടെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ആ നൂലിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ വലിച്ചെടുക്കുക. ഇതാ ഇതുപോലെ. ഇതിനാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ക്രോഷ്യ പഠിക്കുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു സ്റ്റെപ്പാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച്. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഈ ചെയിൻ സ്റ്റിച്ചാണ്. ഇതാണ് എല്ലാത്തിനുമുള്ള ബേസ്. ഇത് പഠിച്ചാലേ നമുക്ക് വേറെ ഏത് സ്റ്റിച്ചും പഠിക്കാൻ പറ്റുള്ളൂ. ഇതിലൂടെയാണ് ബാക്കിയുള്ള സ്റ്റിച്ചുകളൊക്കെ നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കുക. സിമ്പിളാണ്. നമ്മൾ കരുതും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ, പക്ഷേ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ ആദ്യമാണ് വഴങ്ങി കിട്ടണം. ആദ്യം ഇങ്ങനെ കുറച്ച് ചെയ്ത് പഠിക്കുക തന്നെ വേണം. കൈ ഇങ്ങനെ വഴങ്ങി കിട്ടിയാൽ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഏത് ഫ്രീ ടൈമിലൊക്കെ ആയാലും അങ്ങനെ ചെയ്തിരിക്കുക. ഒന്നുകൂടി കാണിച്ചു തരാം. ആ കെട്ടിതുപോലെ കെട്ടി വെക്കുക. ഇതുപോലെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിട്ട് ഇങ്ങനെ എടുക്കാനേ ഉള്ളൂ. നീഡിൽ താഴത്ത് നിന്ന് കൊളുത്തി വലിക്കുക. ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. സിമ്പിളാണ് സംഗതി. ഞങ്ങളൊക്കെ ഫസ്റ്റ് പഠിച്ചത് എന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കണമെന്ന് 8ാം ക്ലാസ്സിലായിരുന്നു. ഞങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസിൻ്റെ പീരീഡ് ഉണ്ടായിരുന്നു. അന്ന് ഇതൊക്കെയായിരുന്നു ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നെ. അന്ന് ഇതുപോലെ സ്കൂളിൽ ബസ് കാത്തിരിക്കുന്ന ടൈമിലും ഫ്രീ ടൈമിലൊക്കെ ഇൻ്റർവെല്ലിൻ്റെ ടൈമിലൊക്കെ ഇതന്നെ ആയിരിക്കും എല്ലാവർക്കും പണി. നല്ല രസമായിട്ട് അങ്ങനെ പല മോഡലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മളീ പഠിക്കുന്നത്. നമ്മുടെ കൈ വഴങ്ങി കിട്ടിയാൽ പിന്നെ നമുക്ക് എന്തും ചെയ്തെടുക്കാൻ പറ്റും. കൈ ഇങ്ങനെ ആക്കി റെഡി ആയിട്ട് വരണം. അപ്പോൾ നമുക്ക് നല്ല സ്പീഡിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് ശ്രമിച്ച് നോക്കുക. ഇതാണ് ചെയിൻ സ്റ്റിച്ച്. കണ്ടില്ലേ? ഇതാവുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നിർത്തി വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന്മേൽ നീഡിൽ അതിന്മേൽ തന്നെ വെക്കണതാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതാ നമ്മുടെ കുട്ടികളുടെ കയ്യിൽ എങ്ങനെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു നൂലാണ് വലിച്ചെടുത്താൽ ഫുള്ളായിട്ട് പോരും. ഇതാ ഫുള്ളായിട്ട് പോരും. നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തതേ അറിയുന്നില്ല, ഒരു കെട്ട് പോലും അവിടെ ഇല്ലല്ലേ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക.